നമ്മളെ ഓരോരുത്തരെയും എപ്പോഴും കാർന്നു തിന്നുന്ന ഒന്നാണ് ഞാനെന്ന ഭാവം. സോക്കോൾഡ് ഐ. നമ്മൾ എന്തൊക്കെയോ ഡെവലപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആരൊക്കെയോ നമ്മളെ ആ രീതിയിൽ ബൂസ്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷേ ഗുരു ദർശനമാല എന്നുള്ള കൃതിയില് ഈ ഒരു ഭാവത്തെ പറയുന്നുണ്ട്. അതായത് ഭാര്യ ഭജതി ഭർത്താരം, ഭർത്താ ഭാര്യാംന കേവലം സ്വ ആനന്ദമേവ ഭജതി സർവോപി വിഷയസ്ഥിതം. ഒരു ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നതും ഭർത്താവ് ഭാര്യയെ സ്നേഹിക്കുന്നതും സ്വന്തം ആനന്ദത്തിന് വേണ്ടി മാത്രമാണ്. ഭാര്യയെയും ഭർത്താവിനെയും ചേർത്ത് പറഞ്ഞിരിക്കുന്നത് ആ രണ്ടുപേരെ മാത്രമല്ല, അതുമായിട്ട് ബന്ധപ്പെട്ട എല്ലാം. രണ്ട് വ്യക്തികൾ, ആ രണ്ട് വ്യക്തികൾ പരസ്പരം സ്നേഹിക്കുന്നത്. ഇപ്പോ ഭാര്യയും ഭർത്താവുമാണ് ഏറ്റവും അടുത്ത ബന്ധങ്ങളുള്ളത്. അതുകൊണ്ടാണ് അങ്ങനെ ഉദാഹരണം പറയുന്നത്. ഇപ്പൊ രണ്ട് വ്യക്തികൾ തമ്മിൽ ഇഷ്ടപ്പെടുന്നതും അംഗീകരിക്കുന്നതും ഒക്കെ അവരവരുടെ സുഖത്തിന് വേണ്ടിയിട്ടാണ്. ഇപ്പൊ മക്കളെ കഷ്ടപ്പെട്ട് വളർത്തുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? വയസ്സാകുന്ന കാലത്ത് ഒന്ന് നോക്കും, അവര് ശ്രദ്ധിക്കുമെന്നുള്ളത് കൊണ്ടാണ്. അത് നമ്മുടെ ഒരു ഈഗോ ആണ്, ഞാനെന്ന ഭാവമാണ്. പക്ഷെ മറ്റേ വ്യക്തിയെ, മകനായാലും മകളായാലും ഭർത്താവായാലും ഭാര്യയായാലും, അവരവരുടെ തലത്തിൽ നമ്മൾ മനസ്സിലാക്കാതെ നമ്മുടെ തലത്തിൽ മാത്രം നിന്നുകൊണ്ട് നമ്മൾ വിലയിരുത്തുമ്പോഴാണ് ഈ അന്തസംഘർഷം ഉണ്ടാകുന്നത്. അത് ഈഗോ ആണ്, നമ്മുടെ ഞാനെന്ന ഭാവത്തിൽ നിന്നുണ്ടാകുന്നത്. ഞാൻ പറയുന്നത് മാത്രം ശരി, മറ്റുള്ളവർ പറയുന്നത് ശരിയല്ല എന്നുള്ള ഭാവം. അപ്പൊ ഇന്ന് നമ്മൾ നോക്കുമ്പോൾ നമ്മുടെ വീട്ടിലായാലും സമൂഹത്തിലായാലും നമ്മൾക്ക് ശ്രദ്ധിക്കുവാനുള്ള ആ കപ്പാസിറ്റി നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഒരു കാര്യം നമ്മൾ അങ്ങോട്ട് സംസാരിക്കുമ്പോൾ അത് ക്ഷമയോടുകൂടി കേൾക്കുവാനും മനസ്സിലാക്കാനും, മനസ്സിലാക്കിയതിനു ശേഷം തിരിച്ചു മറുപടി പറയാനുള്ള ആ ഒരു മാനസികാവസ്ഥ ഇന്ന് ആർക്കുമില്ല. ഒരാൾ പറയുന്നു, ആ ആള് പറയുന്നു, മറ്റുള്ളവർ കേട്ടോളൂ, അനുസരിച്ചോളൂ. എന്തുകൊണ്ടാണ്? ഈഗോ ആണ്. അപ്പൊ ഞാനെന്ന ഭാവം മുന്നിട്ട് നിൽക്കുന്നത് കൊണ്ട്, ഞാൻ അതിൽ ശാഠ്യം പിടിക്കുന്നത് കൊണ്ടുള്ള പ്രശ്നമാണ്. മറ്റേ ആളും അതുപോലെ തന്നെയാണ്, അയാൾക്കും അതുപോലെ ഈഗോ ഉണ്ട്. ഇയാൾ ഇങ്ങനെ പറയാൻ ആരാണ്? ഞാൻ എന്തിനനുസരിക്കണം? അപ്പൊ ഇങ്ങനെ ഉള്ള ഭാവങ്ങൾ ഇല്ലാതാക്കേണ്ടത്, അതായത് ഫാൾസ് ഈഗോ ഇല്ലാതാക്കി ഒരു കുഞ്ഞിനെ വളർത്തേണ്ട ഉത്തരവാദിത്വം എന്ന് പറയുന്നത് മാതാപിതാക്കൾക്കാണ്. അത് നമ്മളുടെ ഭാരതത്തിന്റെ ആ ഒരു സംസ്കാരത്തിൽ അതുണ്ട്. പക്ഷേ അത് ക്രമേണ എന്ത് സംഭവിച്ചു? ഈ വൈദേശികമായിട്ടുള്ള ഇടപെടലുകൾ വന്നപ്പോ അതിനും ക്ഷതം സംഭവിച്ചു എന്നുള്ളതാണ്. അതിനെ നമ്മൾ ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്, ശരിക്കുള്ള ആ ഒരു മനസ്സിലാക്കൽ നമുക്ക് അനിവാര്യമാണ്. അത് വരുമ്പോൾ നമ്മുടെ വിവാഹ ബന്ധങ്ങളും, ഇപ്പൊ ഡൈവോഴ്സുകളൊക്കെ നടക്കുന്നത് അതുപോലെ തന്നെയാണ്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ആ ഒരു ഊഷ്മളമായിട്ടുള്ള ഒരു ബന്ധത്തിലേക്ക് നമ്മുടെ ജീവിതത്തെ കരുപിടിപ്പിക്കുവാൻ ഈ തെറ്റായിട്ടുള്ള ഈഗോ നമ്മൾ മാറ്റേണ്ടതായിട്ടുണ്ട്. അത് നമ്മൾ അംഗീകരിക്കുക, നമ്മുടെ കുറവുകളെ അംഗീകരിക്കുകയും അതിനെ തിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോവുകയും ചെയ്യുക എന്നത്. അതുകൊണ്ട് മഹർഷിമാര് പറയുന്നുണ്ട്, ഒരു കാര്യം ഒരു കുഞ്ഞാണ് നമ്മളോട് പറയുന്നത്, പ്രായമായിട്ടുള്ള ഒരാളോട് പറയുന്നതെങ്കിലും ആ കുഞ്ഞ് പറയുന്ന കാര്യം ശ്രദ്ധിച്ചിട്ട് അതിൽ കഴമ്പുണ്ട് എങ്കിൽ അതിനെ അംഗീകരിക്കുക എന്നുള്ളത്, അവിടെയാണ് മഹത്വം. അല്ലാതെ കുഞ്ഞായതുകൊണ്ട് നമ്മൾ അംഗീകരിക്കേണ്ടതില്ല എന്ന ഒരു നിലപാട് നമുക്ക് മാറ്റിയെടുക്കണം. അപ്പൊ എവിടെയൊക്കെയാണ് നമ്മുടെ ഈ ഫാൾസ് ഈഗോ ഉള്ളത്, അതിനെ മാറ്റുവാൻ എല്ലാവരും ശ്രമിക്കുക, നമ്മൾ ഓരോരുത്തരും ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ നമ്മുടെ കുടുംബം, നമ്മുടെ സമൂഹം എപ്പോഴും നല്ല സുന്ദരമായിരിക്കും. നമുക്ക് കൂടുതൽ എളിമയോടും സ്നേഹത്തോടും കൂടി ഇവിടെ ജീവിച്ച് പോകുവാൻ സാധിക്കും.